ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു കമ്മ്യൂണിറ്റി ടാബ് പോസ്റ്റിൽ അണ്ടർ 10K മോണിറ്റർ വീഡിയോ വേണോ അതോ ഗ്രാഫിക്സ് കാർഡിൻ്റെ വീഡിയോ വേണോ എന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും അണ്ടർ 10K മോണിറ്റർ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും ബെസ്റ്റ് ബഡ്ജറ്റ് സീരീസിൽ നമ്മളുടെ ആവശ്യത്തിന് നമുക്ക് മേടിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഗ്രാഫിക്സ് കാർഡ് ഏതാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഗ്രാഫിക്സ് കാർഡിൻ്റെ പ്രൈസൊക്കെ ഈ ഒരു കൊറോണ ടൈമിൽ വളരെയധികം ഹൈ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഗ്രാഫിക്സ് കാർഡിൻ്റെ പ്രൈസൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ കുറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഗ്രാഫിക്സ് കാർഡിൻ്റെ MSRP പ്രൈസിൽ എത്തിയിട്ടില്ല. അതായത് നമുക്ക് വാല്യൂ ഫോർ മണി എന്ന് പറയാറായിട്ടില്ല. എന്ത് തന്നെയായാലും ഇപ്പോഴത്തെ പ്രൈസിന് നമുക്ക് മേടിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ബഡ്ജറ്റ് ഗ്രാഫിക്സ് കാർഡാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളെ ബഡ്ജറ്റ് സീരീസിലുള്ള ഗ്രാഫിക്സ് കാർഡ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 10,000 രൂപയ്ക്ക് താഴെയുള്ള ഏറ്റവും ബെസ്റ്റ് ഗ്രാഫിക്സ് കാർഡ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് വരുന്നത്. ഒന്ന് യൂസ്ഡ് മാർക്കറ്റിൽ നിന്ന് നമുക്ക് ഗ്രാഫിക്സ് കാർഡ് മേടിക്കുക, അല്ലെങ്കിൽ നമുക്ക് പുതിയത് മേടിക്കുക എന്നുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രൈസ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് യൂസ്ഡ് ഗ്രാഫിക്സ് കാർഡ് മേടിക്കുന്നതിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ 10,000 രൂപയ്ക്ക് താഴെ വരുന്നത്. പക്ഷേ യൂസ്ഡ് ഗ്രാഫിക്സ് കാർഡ് നമ്മൾ മേടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഗ്രാഫിക്സ് കാർഡിന് മിനിമം 1 ഇയർ വാറണ്ടി എങ്കിലും നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പർച്ചേസ് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ഗ്രാഫിക്സ് കാർഡ് എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം ഗ്രാഫിക്സ് കാർഡിൻ്റെ സർവീസൊക്കെ വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ 1 ഇയർ വാറണ്ടി ഉള്ള ഗ്രാഫിക്സ് കാർഡ് മാക്സിമം നോക്കി മേടിക്കും. അപ്പോൾ ഈ ഒരു അണ്ടർ 10K വരുന്നതിൽ ആദ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ AMDയുടെ റേഡിയോൺ RX 570 4GB ഗ്രാഫിക്സ് കാർഡാണ് അണ്ടർ 10Kയിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് നമുക്ക് അത്യാവശ്യം 1080p ഗെയിമിങ്ങും കാര്യങ്ങളും കളിക്കാം. അതുപോലെ തന്നെ ഒരു 450 വാട്ട് ടു 550 വാട്ടിൻ്റെ പവർ സപ്ലൈ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ലിസ്റ്റുള്ള എല്ലാ ഗ്രാഫിക്സ് കാർഡും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത നമ്മൾ രണ്ടാമത് വരുന്ന ഗ്രാഫിക്സ് കാർഡ് എന്ന് പറഞ്ഞാൽ NVIDIAയുടെ GTX 1050 Ti ഗ്രാഫിക്സ് കാർഡാണ്. ഇതും 4GB ഗ്രാഫിക്സ് കാർഡാണ്. അടുത്ത മൂന്നാമത്തെ ഗ്രാഫിക്സ് കാർഡ് നോക്കുകയാണെങ്കിൽ 1060 3GB ഗ്രാഫിക്സ് കാർഡാണ്. അപ്പോൾ ഇതൊരു പഴയ വെർഷൻ ഗ്രാഫിക്സ് കാർഡാണ്. പക്ഷേ 1060 3GB ആണെങ്കിൽ പോലും 1050 Tiയേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പെർഫോമൻസ് കിട്ടുന്നതായിരിക്കും. 3GB ആണെന്ന് വിചാരിച്ച് അങ്ങനെ തള്ളിക്കളയേണ്ട കാര്യമൊന്നുമില്ല. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള ഒരു ഗ്രാഫിക്സ് കാർഡാണ്. തൽക്കാലത്തേക്ക് അണ്ടർ 10Kയിൽ നമുക്ക് മേടിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഗ്രാഫിക്സ് കാർഡ് തന്നെയാണിത്. പുതിയ ഗ്രാഫിക്സ് കാർഡ് നോക്കുകയാണെങ്കിൽ ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, NVIDIAയുടെ Quadro T400 എന്ന് പറയുന്ന ഗ്രാഫിക്സ് കാർഡ്. അപ്പോൾ ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് മെയിൻലി എഡിറ്റിംഗ് പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ Quadro T400 എന്ന് പറയുന്ന ഈ ഒരു 2GB DDR6 ഗ്രാഫിക്സ് കാർഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് 1050 Tiയേക്കാളും കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ് കിട്ടുന്നതായിരിക്കും. ഒരു അത്യാവശ്യം നല്ല ഗെയിമിങ്ങിൽ നമുക്ക് അത്യാവശ്യം നല്ല പെർഫോമൻസ് കിട്ടുന്ന ഒരു ഗ്രാഫിക്സ് കാർഡാണ്. എഡിറ്റിംഗ് ഗ്രാഫിക്സ് കാർഡാണെന്ന് ചോദിച്ചാൽ തള്ളകളേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ കുറേ പേർക്കുള്ളൊരു ഡൗട്ടാണ് നമുക്ക് NVIDIAയുടെ GT 1030 2GB അല്ലെങ്കിൽ 4GB 1030യുടെ ഗ്രാഫിക്സ് കാർഡ് വരുന്നുണ്ട്, അത് മേടിച്ചൂടെ എന്നുള്ളത്. അപ്പോൾ അത് മേടിക്കുന്നതിനേക്കാളും ബെസ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് APU ബിൽഡാണ്. അതായത് നമ്മളെ AMDയുടെ Ryzen 5 5600G പ്രൊസസ്സർ വെച്ച് ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ AMDയുടെ Ryzen 7 5700G പ്രൊസസ്സർ വെച്ച് ബിൽഡ് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ ആയ ഒരു ഓപ്ഷൻ ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് മേടിക്കുന്നേക്കാൾ. അടുത്ത നമ്മൾ അണ്ടർ 50K ഗ്രാഫിക്സ് കാർഡ് നോക്കുകയാണെങ്കിൽ NVIDIAയുടെ Quadro T600 എന്ന് പറയുന്ന ഗ്രാഫിക്സ് കാർഡ് നമുക്ക് പർച്ചേസ് ചെയ്യാം. ഇതൊരു 4GB DDR6 ഗ്രാഫിക്സ് കാർഡാണ്. നമുക്ക് ഏകദേശം 1650 ഗ്രാഫിക്സ് കാർഡിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ് അല്ലെങ്കിൽ ഈക്വൽ പെർഫോമൻസ് ഈ ഒരു ഗ്രാഫിക്സ് കാർഡിൽ കിട്ടുന്നതായിരിക്കും. മെയിൻലി ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് ഒരു യൂസ് ചെയ്യുന്നത് റെൻഡറിങ് പർപ്പസിനാണ്. പക്ഷേ നമുക്ക് ഇതിനകത്ത് ഗെയിമിംഗ് ചെയ്യാം, അത്യാവശ്യം നല്ല പെർഫോമൻസ് വരുന്നതാണ്. അതുപോലെ തന്നെ AMDയുടെ സൈഡിൽ നോക്കുകയാണെങ്കിൽ AMDയുടെ RX 6400 എന്ന് പറയുന്ന ഒരു ഗ്രാഫിക്സ് കാർഡ് അവരിപ്പോൾ ന്യൂലി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് നമുക്ക് ഗെയിമിംഗ് മാത്രമാണ് നിങ്ങളെ പർപ്പസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് പർച്ചേസ് ചെയ്യാം. കാര്യം ഇതിനകത്ത് എൻകോഡർ വരുന്നില്ല. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ എൻകോഡർ വരാത്ത ഒരു AMDയുടെ ഗ്രാഫിക്സ് കാർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, RX 6500 XT എന്ന് പറയുന്ന ഗ്രാഫിക്സ് കാർഡ്. അതിൻ്റെ ഒരു ചെറിയ വെർഷൻ ആണെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് കണക്കൂട്ടാം. 6400 എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു എൻകോഡറും കാര്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ ഗെയിം റെക്കോർഡ് ചെയ്യാനോ സ്ട്രീം ചെയ്യാനോ നിങ്ങൾക്ക് സാധിക്കുന്നതല്ല. നിങ്ങൾക്ക് എന്തായാലും ഒരു ഹൈ എൻഡ് പ്രൊസസ്സർ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രൊസസ്സറിൻ്റെ ബേസിൽ ഗെയിം റെക്കോർഡ് ചെയ്യാനോ അങ്ങനെയൊക്കെ സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും RX 6400 ഗ്രാഫിക്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗെയിമിംഗ് മാത്രമാണ് നിങ്ങളുടെ പർപ്പസ് എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആ ഒരു ഗ്രാഫിക്സ് കാർഡിലോട്ട് പോകാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഗ്രാഫിക്സ് കാർഡ് ഒരിക്കലും മേടിക്കരുത്. കാര്യം പേഴ്സണലി ഞാൻ ഒരിക്കലും ആ ഒരു ഗ്രാഫിക്സ് കാർഡ് സജസ്റ്റ് ചെയ്യുന്നില്ല, ഒരു വാല്യൂ ആണെന്ന് പറയാൻ പറ്റത്തില്ല. അടുത്ത നമ്മൾ 20,000 രൂപയ്ക്ക് താഴെ വരുന്ന ഗ്രാഫിക്സ് കാർഡ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ NVIDIAയുടെ GTX 1050 Ti 4GB ഗ്രാഫിക്സ് കാർഡ് വരുന്നുണ്ട്. പുതിയ ഗ്രാഫിക്സ് കാർഡാണ്, യൂസ്ഡ് അല്ല. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നേരത്തെ ഏകദേശം 20,000 രൂപയായിരുന്നു. ഇപ്പോൾ അതിൻ്റെ പ്രൈസ് ഏകദേശം 16,000 17,000 ആ ഒരു റേഞ്ചിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം തരക്കേടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് അണ്ടർ 20K മേടിക്കാൻ പറ്റിയ ഒരു ഗെയിമിങ്ങിനും സ്ട്രീമിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഗ്രാഫിക്സ് കാർഡ് തന്നെയാണ്. നമുക്ക് 450 വാട്ടിൻ്റെ പവർ സപ്ലൈ ധാരാളമായിരിക്കും ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് യൂസ് ചെയ്യുമ്പോൾ. നിങ്ങൾക്ക് ഏകദേശം 1080p എഡിറ്റിങ്ങും ചെയ്യാൻ ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഗെയിമിങ്ങും ചെയ്യാൻ ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് നല്ലതാണ്. ഒരു 20,000 21,000 ആ റേഞ്ചിൽ വരുന്ന ഗ്രാഫിക്സ് കാർഡ് നോക്കുകയാണെങ്കിൽ NVIDIAയുടെ GTX
1650 4GB DDR6 ഗ്രാഫിക്സ് കാർഡാണ്. DDR5 എടുക്കരുത്, DDR6 തന്നെ എടുക്കണം. കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ് ആയിരിക്കും. ചെറിയ പ്രൈസ് റേഞ്ച് വ്യത്യാസമേ വരുന്നുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഒരു അത്യാവശ്യം നല്ല രീതിക്ക് എഡിറ്റിങ്ങും ഗെയിമിങ്ങും സ്ട്രീമിങ്ങും ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഗ്രാഫിക്സ് കാർഡാണ്. 450 വാട്ടിൻ്റെ പവർ സപ്ലൈ ധാരാളമായിരിക്കും ഈ ഒരു ഗ്രാഫിക്സ് കാർഡ്. സോ അടുത്ത നമ്മൾ ഫൈനലി അണ്ടർ 30K ഗ്രാഫിക്സ് കാർഡ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കറൻ്റ്ലി NVIDIA GTX 1660 ഗ്രാഫിക്സ് കാർഡ് മാത്രമേ ഉള്ളൂ അണ്ടർ 30K. ഈ ഒരു ഗ്രാഫിക്സ് കാർഡിൻ്റെ പ്രൈസ് ഏകദേശം 27,000 ആ ഒരു 28,000 ആ ഒരു റേഞ്ചിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് 1660 ആണ്. 1660 Ti അല്ല, 1660 സൂപ്പറും അല്ല. ഇതൊരു 6GB DDR6 ഗ്രാഫിക്സ് കാർഡാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഗെയിമിങ്ങും സ്ട്രീമിങ്ങും ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഗ്രാഫിക്സ് കാർഡാണ്. പക്ഷേ ഇത് മേടിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ചുകൂടെ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് RTXൻ്റെ 3050 ഗ്രാഫിക്സ് കാർഡ് എടുക്കുന്നതാണ് നല്ലത്. ആ ഒരു ഗ്രാഫിക്സ് കാർഡിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 34,000 32,000 ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ഇതൊരു 8GB DDR6 ഗ്രാഫിക്സ് കാർഡാണ്. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിക്ക് എഡിറ്റിങ്ങും അതുപോലെ തന്നെ ഗെയിമിങ്ങും സ്ട്രീമിങ്ങും ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഇടിവെട്ട് ഗ്രാഫിക്സ് കാർഡാണ്. RTXും കൂടെയാണ്. അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം നല്ല പെർഫോമൻസ് ആയിരിക്കും ഈ ഒരു ഗ്രാഫിക്സ് കാർഡിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ 34Kയിൽ ആ ഒരു ബഡ്ജറ്റിൽ വരുന്ന വേറെയും 2 ഗ്രാഫിക്സ് കാർഡുണ്ട്. NVIDIA GTX 1660 സൂപ്പറും RTX 2060 ഗ്രാഫിക്സ് കാർഡും വരുന്നുണ്ട്. അപ്പോൾ RTX 2060 എടുക്കുന്നതിനേക്കാളും RTX 3050 എടുക്കുന്നതാണ് നല്ലത്. കാര്യം ഇതിൽ പുതിയ ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ സപ്പോർട്ടും പുതിയതാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും മാക്സിമം പുതിയ ഗ്രാഫിക്സ് കാർഡ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും പുതിയ ഗെയിംസ് ഒക്കെ വരുമ്പോഴത്തേക്കും. അപ്പം കുറച്ചുകൂടെ പൈസ മുടക്കി RTX 3050 എടുക്കുന്നത് ഇപ്പോഴത്തെ ഒരു ബഡ്ജറ്റ് സീരീസിൽ ഏറ്റവും ബെസ്റ്റ് 8GB ഗ്രാഫിക്സ് കാർഡാണ്. അപ്പോൾ ഫൈനലി നമ്മളൊരു 40Kയിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, RTXൻ്റെ 3060 12GB DDR6 ഗ്രാഫിക്സ് കാർഡ് എന്നുള്ളത്. അപ്പോൾ 40Kയിൽ ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് കിട്ടുക എന്ന് പറയുന്നത് വളരെ പാടായ ഒരു കാര്യമാണ്. പക്ഷേ ഇതൊരു അത്യാവശ്യം ഹൈ എൻഡ് ഗ്രാഫിക്സ് കാർഡിൻ്റെ സ്റ്റാർട്ടിംഗ് ഗ്രാഫിക്സ് കാർഡാണെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം നമുക്ക് അത്യാവശ്യം ഒരു 1440p ഗെയിമിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ഗ്രാഫിക്സ് കാർഡ് തന്നെയാണിത്. അപ്പം ഈ ഒരു ഗ്രാഫിക്സ് കാർഡിൻ്റെ പവർ സപ്ലൈയും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു 550 വാട്ടിൻ്റെ പവർ സപ്ലൈ ഒക്കെ വേണ്ടി വരും. അല്ലെങ്കിൽ ഒരു 650 വാട്ട് യൂസ് ചെയ്യുന്ന നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് അത്യാവശ്യം ഒരു ഹൈ എൻഡ് ലെവലിലോട്ട് കയറുന്ന ഒരു സ്റ്റാർട്ടിംഗ് ഗ്രാഫിക്സ് കാർഡാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു ഗ്രാഫിക്സ് കാർഡിനുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അണ്ടർ 40K കിട്ടാൻ കുറച്ച് പാടാണ്. കാര്യം കളർഫുള്ളിൻ്റെയും Inno 3Dയുടെയും ഗ്രാഫിക്സ് കാർഡ് ചില ഷോപ്പുകളിൽ ഏകദേശം ഒരു 38K അല്ലെങ്കിൽ ഒരു 39K ആ ഒരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ബാക്കി ഇതിൻ്റെ ഗിഗാബൈറ്റ് വേരിയൻ്റ്, MSI വേരിയൻ്റ്, അസൂസ് വേരിയൻ്റ് ഒക്കെ വരുന്നത് ഏകദേശം ഒരു 43, 44, 45 ആ ഒരു റേഞ്ചിലോട്ടാണ് പോകുന്നത്. അപ്പോൾ പ്രൈസ് കൂടുതലാണ്. അപ്പം കളർഫുൾ അല്ലെങ്കിൽ Inno 3Dയുടെ ഈ ഒരു RTX 3060 ഗ്രാഫിക്സ് കാർഡ് നിങ്ങൾക്ക് അണ്ടർ 38K കിട്ടുകയാണെങ്കിൽ ഒന്നും നോക്കണ്ട, നിങ്ങൾ മേടിക്കുന്നത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും.